ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷാദ്. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡേൺ ഇന്ത്യ ആണ്, അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതായത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മുതൽ 1947 നമുക്ക് ഫ്രീഡം കിട്ടുന്നത് വരെയുള്ള 90 വർഷക്കാലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണത്. സോ ആദ്യത്തെ 3 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെ അവൈലബിൾ ആണ്. അതുകൂടി ഒന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സോ ആ സീരീസിൽ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 1906 എത്തിയിട്ടുള്ളൂ. 1906 മുസ്ലിം ലീഗ് ഫോർമേഷനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമേഷൻ ഇടയായ കാരണങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 2 റീസൺസ് ആണ് നമുക്ക് മെയിൻലി പറയാനുള്ളത്. സപ്പോർട്ടഡ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഒഫീഷ്യലി ഇല്ലെങ്കിലും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ത് ചെയ്തിരുന്നു, പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ത് ചെയ്തിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ബംഗാൾ 2ആയി വിഭജിച്ചു. ഈസ്റ്റേൺ ബംഗാളായിട്ടും വെസ്റ്റേൺ ബംഗാളായിട്ടും വിഭജിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവരെന്ത് ചെയ്തിരുന്നു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അൺഒഫീഷ്യലി അതിന് എന്ത് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്നാമത്തെ റീസൺ. 2ാമത്തെ റീസൺ എന്താ, ഒപ്പോസ്ഡ് സ്വദേശി മൂവ്മെന്റ്. ബംഗാൾ വിഭജനത്തിനെതിരെ ഒരു സമരമുറ എന്നുള്ള രീതിയിൽ INCയും ബാക്കിയുള്ളവരും സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഒരു സമര രീതിയായിരുന്നു എന്തെന്ന് പറയുന്നത്, സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിനെയും എന്ത് ചെയ്തിരുന്നു, ഇവർ ഒപ്പോസ് ചെയ്തിരുന്നു. സോ ഇതൊക്കെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഒഫീഷ്യലി ഫോം ചെയ്യാനുള്ള റീസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ 1906 ഡിസംബർ 30 ധാക്കയിൽ വെച്ച്, നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലായ ധാക്കയിൽ വെച്ച് എന്ത് ചെയ്യാണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഒഫീഷ്യലി ഫോം ചെയ്യണം. 1906 ധാക്കയിൽ വെച്ച് ഡിസംബർ 30 ഫോം ചെയ്യുന്നത്. സോ അതിൻ്റെ ആ സമയത്ത് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള 2 ലീഡേഴ്സ് എന്ന് പറയുന്നത് നവാബ് സലീമുള്ള എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ആഗാ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സോ മുസ്ലിം ലീഗിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആ സമയത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലീഡേഴ്സിൻ്റെ പേരാണ് നവാബ് സലീമുള്ള, അല്ലെങ്കിൽ 2ാമത്തെ ആളാണ് ആഗാ ഖാൻ. ഈ ആഗാ ഖാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വരുന്നതും. സോ മുസ്ലിം ലീഗിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു, ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്, ആഗാ ഖാനാണ്. അങ്ങനെ മുസ്ലിം ലീഗ് ഫോം ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്നാൽ പലവട്ടം ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്തായാലും പറയേണ്ട ഒരു പേരാണ് മുഹമ്മദ് ഇക്ബാൽ. എന്താ അതിന് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോയിന്റ് ഓക്കെ, സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ്, മുസ്ലിംസിനായിട്ട് മറ്റൊരു രാജ്യം എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആരാണ്, മുഹമ്മദ് ഇക്ബാൽ. അപ്പോൾ ഈ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ് ഈ മുഹമ്മദ് ഇക്ബാൽ. എവിടെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്, സാരേ ജഹാം സെ അച്ച, നമുക്ക് അറിയുന്ന ഒരു ഇതാണ് അല്ലേ, സാരേ ജഹാം സെ അച്ച, പാട്രിയോട്ടിക് സോങ് ആണ്. ഈ സാരേ ജഹാം സെ അച്ച എന്ന് പറയുന്ന സോങ് എഴുതിയ മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ് വേറൊരു മുസ്ലിംസിനായിട്ട് വേറൊരു രാജ്യം വേണം എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് വയ്ക്കുന്നത്. ഈ സാരേ ജഹാം സെ അച്ച ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്നൊരു PSC ചോദിച്ചിട്ടുണ്ട്. SSCക്കും ചോദ്യം വന്നിട്ടുള്ളതാണ്. സാരേ ജഹാം സെ അച്ച എഴുതിയിരിക്കുന്നത് ഉറുദു ലാംഗ്വേജിലാണ്. ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ജനഗണമന എഴുതിയിരിക്കുന്നത് ഏത് ലാംഗ്വേജിലാണ്, ബംഗാളി ലാംഗ്വേജിലാണ്. അതുപോലെ സാരേ ജഹാം സെ അച്ച എഴുതിയിരിക്കുന്നത് ഉറുദു ലാംഗ്വേജിലാണ്. സോ നമ്മൾ മുഹമ്മദ് ഇക്ബാലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ്, മുസ്ലിംസിനായിട്ട് മറ്റൊരു രാജ്യം എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാം സെ അച്ച ഉറുദുവിൽ എഴുതിയത് ഇദ്ദേഹം തന്നെയാണ്. 3ാമതൊരു കാര്യം കൂടിയുണ്ട്, പ്രോഫറ്റ് ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്, മുഹമ്മദ് ഇക്ബാലാണ്. സോ അദ്ദേഹത്തെ പറ്റി 3 കാര്യങ്ങൾ നമ്മൾ നോക്കി. നമ്മൾ ഇനി അടുത്തൊരു പേരിലോട്ട് വരികയാണ്, ചൗധരി റഹ്മത്ത് അലി. ചൗധരി റഹ്മത്ത് അലി എങ്ങനെയാണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്നുള്ള പേര് കോയിൻഡ് ദ ടേം. നമ്മൾ ഒരു ടേം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് കോയിൻഡ് ദ ടേം. ആ ഒരു ടേം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ ഒരു വാക്ക് കൊണ്ടുവന്നത് ആരാണ്, ചൗധരി റഹ്മത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ആ ഒരു പേര് കൊണ്ടുവരുന്നതും ആ രാജ്യത്തിന് പാകിസ്ഥാൻ എന്നുള്ളൊരു പേര് നിർദ്ദേശിക്കുന്നു. സോ ഹു കോയിൻഡ് ദ ടേം പാകിസ്ഥാൻ എന്ന് ചോദിച്ചെങ്കിൽ അതിന് ആൻസർ എന്താണ്, ചൗധരി റഹ്മത്ത് അലി. ഇനി പാകിസ്ഥാൻ ഫോം ചെയ്തു 1906 നമ്മൾ നിൽക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ പാകിസ്ഥാനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. നമ്മൾ ആ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യില്ല. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ 1907 1908 ഇമ്പോർട്ടൻറ്റ് സെഷൻസ് തന്നെയാണ് കവർ ചെയ്യുന്നത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മാത്രം. സോ പാകിസ്ഥാൻ ഫോം ചെയ്തെന്ന് ഇമാജിൻ ചെയ്യുക 1947. സോ പാകിസ്ഥാൻ ഫോം ചെയ്ത സമയത്ത് അതിൻ്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മുഹമ്മദ് അലി ജിന്ന ആയിരുന്നു ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് എന്നാണ് സ്വാഭാവികമായിട്ടും ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളിൽ നിന്ന് കിട്ടാറുള്ള ആൻസർ. സോ അതല്ല, നമ്മളത് കറക്റ്റ് ചെയ്യണം. ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് അലി ജിന്നയല്ല, ആദ്യത്തെ പ്രസിഡന്റ് മുഹമ്മദ് അലി ജിന്നയല്ല. പക്ഷെ മുഹമ്മദ് അലി ജിന്ന ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഓപ്ഷൻ ഉറപ്പായിട്ട് മുഹമ്മദ് അലി ജിന്ന ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന ഒരു പേര് മുഹമ്മദ് അലി ജിന്നയാണ്, നമ്മളത് മാർക്ക് ചെയ്യുകയും ചെയ്യും. അല്ല, ഇവിടെ നമ്മളത് കറക്റ്റ് ചെയ്യണം. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എസ്കന്ദർ മിർസയാണ്. സാനിയ
മിർസയ്ക്ക് പാകിസ്ഥാനായിട്ട് റിലേഷൻ ഉണ്ട്, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം, നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സോ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ലിയാഖത്ത് അലി ഖാനാണ്. ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? എസ്കന്ദർ മിർസയാണ്. അപ്പോൾ ആരാണ് ഈ മുഹമ്മദ് അലി ജിന്ന? പാകിസ്ഥാനെ പറ്റി പറയുമ്പോൾ മുഹമ്മദ് അലി ജിന്നയെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് മുഹമ്മദ് അലി ജിന്ന എന്നുള്ള ചോദ്യത്തിന് വളരെ നല്ല 2 ആൻസേഴ്സ് ഉണ്ട്. ഫാദർ ഓഫ് നേഷൻ, പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ്. നമ്മൾ ഗാന്ധിജി കാണുന്ന പോലെ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. മാത്രമല്ല ആദ്യത്തെ പാകിസ്ഥാന്റെ ഗവർണർ ജനറലും ആര് തന്നെയായിരുന്നു? മുഹമ്മദ് അലി ജിന്നയായിരുന്നു. പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആയിരുന്നില്ല, പക്ഷേ ഫസ്റ്റ് ഗവർണർ ജനറലും പാകിസ്ഥാന്റെ ഫാദർ ഓഫ് നേഷനും പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവും ആര് തന്നെയാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. സോ 1906 മുസ്ലിം ലീഗ് ഫോർമേഷനും പാകിസ്ഥാനെ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. മിക്കതും മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. അതിനുള്ള റീസൺസ് അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് നയിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്വദേശി മൂവ്മെന്റിനെ ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല, മാത്രമല്ല ബംഗാൾ വിഭജനത്തിൽ എന്ത് ചെയ്തിരുന്നു? സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വന്നു ഡിസംബർ 30, 1906 ധാക്കയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലീഡേഴ്സിന്റെ പേര് നമ്മൾ പറഞ്ഞു. നവാബ് സലീമുള്ളയും ആഖാ ഖാനുമാണ് പാകിസ്ഥാന്റെ ലീഡേഴ്സ്. ഈ ആഖാ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏൽക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മുഹമ്മദ് ഇക്ബാലിനെ പറ്റിയായിരുന്നു. മുസ്ലിംസിന് സെപ്പറേറ്റ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, മുസ്ലിംസിന് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഹു പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് എ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ്? ചോദ്യത്തിന് ആൻസർ എന്താണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. ആളുടെ 2 കാര്യങ്ങളോട് നമ്മൾ പറഞ്ഞു. നമുക്ക് ആ പേര് പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്നുള്ളതിന് ആൻസർ ഞാൻ പറഞ്ഞാണ്. സാരേ ജഹാം സെ അച്ച എന്ന് പറയുന്ന നമ്മൾ കുട്ടിക്കാലം തൊട്ട് പാടുന്ന ആ പാട്ട്, ദേശഭക്തി, ആ ഒരു ഗാനം എഴുതിയിരിക്കുന്നത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. ഉറുദു ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാന്റെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ആൾ തന്നെയാണ് മുഹമ്മദ് ഇക്ബാൽ ആണ്. പിന്നെ നമ്മൾ അടുത്തൊരു പോയിന്റ് നോക്കിയത് ചൗധരി റഹ്മത്ത് അലി. ചൗധരി റഹ്മത്ത് അലിയുടെ പ്രത്യേകത എന്താ? പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ഹു കോയിൻ ദ ടേം പാകിസ്ഥാൻ, ആരാണ് ആ ഒരു വാക്ക് കോയിൻ ചെയ്തത്? അത് ചൗധരി റഹ്മത്ത് അലിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? മുഹമ്മദ് അലി ജിന്ന അല്ല പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററോ ആദ്യത്തെ പ്രസിഡന്റോ അല്ല മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം ആരായിരുന്നു പറഞ്ഞത്? ആദ്യത്തെ അവരുടെ ഗവർണർ ജനറലും ആദ്യത്തെ ഗവർണർ ജനറലും മാത്രമല്ല പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് ആരെന്ന് പറയുന്നത്? മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് എന്താ? ഫസ്റ്റ് പ്രസിഡന്റും ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററും. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ലിയാഖത്ത് അലി ഖാൻ. ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? എസ്കന്ദർ മിർസ. സോ മുസ്ലിം ലീഗിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതിലെല്ലാവരും ഉപരി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. മറ്റൊരു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്.